ഇറാൻ ശക്തമായ ഒരു ആക്രമണം ഇസ്രായേലിന് നേർ കഴിച്ചുവിടുമ്പോൾ ഇസ്രായേലിന് സർവ്വ പിന്തുണകളുമായി അമേരിക്ക പുറകിൽ നിൽക്കുമ്പോൾ നമ്മളുടെ എല്ലാം മനസ്സിലേക്ക് ഉയർന്നു വരുന്ന വലിയൊരു ഭയപ്പെടുത്തുന്ന ചോദ്യമുണ്ട്. ഇത് മറ്റൊരു മഹായുദ്ധത്തിലേക്ക്, മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിച്ചേരുമോ? സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിന് നേർക്ക് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്നത്? എന്താണ് എല്ലാത്തിനും പുറകിലുള്ള കാരണങ്ങൾ? ഏറ്റവും ഒടുവിൽ ഇതൊരു മിഡിൽ ഈസ്റ്റ് യുദ്ധമായി തുടങ്ങി അമേരിക്കയും റഷ്യയും പോലുള്ള രാജ്യങ്ങളെല്ലാം ഈ യുദ്ധത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടിയിട്ട് ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ചെന്ന് അവസാനിക്കുമോ? എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായ നിലയിൽ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങളാണ് മിഡിൽ ഈസ്റ്റിൽ നിരന്തരമായിട്ട് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും മാധ്യമങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇസ്രായേൽ ഹിസ്ബുള്ളയെ ആക്രമിച്ചു, ഇസ്രായേൽ ഹമാസിനെ ആക്രമിച്ചു, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ അതൊക്കെ തന്നെയും കേവലം ചില മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്കെതിരായിട്ട് ഒരു രാജ്യം നടത്തുന്ന ആക്രമണങ്ങൾ എന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ മൊത്തത്തിലുള്ളൊരു മാറ്റം സംഭവിക്കുന്നത് ഇറാൻ ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിച്ചതോട് കൂടിയിട്ടാണ്. ഇവിടെ ഇത്തരം ചെറിയ ചെറിയ മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്കപ്പുറത്തേക്ക് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് നേർക്ക് ശക്തമായ ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ്. വലിയ തോതിൽ തന്നെയുള്ളൊരു മിസൈൽ ആക്രമണം, ഒരു വ്യോമ ആക്രമണം തന്നെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ഗുരുതരമായി തന്നെ നമ്മൾ നോക്കി കാണേണ്ട ഒരു വിഷയം കൂടിയാണ്. ഇവിടെ ആദ്യം നമുക്ക് എന്താണ് ഇറാനിൽ അല്ലെങ്കിൽ ഇസ്രായേലിൽ സംഭവിച്ചിട്ടുള്ളതെന്ന കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് പരിശോധിക്കാം. അതിനുശേഷം നേരെ എന്തായിരുന്നു ഇത്തരം ഒരു അറ്റാക്ക് ഇറാൻ നടത്താനുള്ള കാരണം, ഇനി ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിച്ചേരുമോ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വിശദമായി തന്നെ പരിശോധിക്കാം. ഒക്ടോബർ 1-ാം തീയതി ഏറെക്കുറെ 7:35 കൂടിയിട്ടാണ് ശക്തമായ നിലയിലുള്ള മിസൈൽ ആക്രമണം ഇസ്രായേലിന് നേർക്ക് ഇറാൻ തൊടുത്തുവിടുന്നത്. ഈ ഒരു കാര്യം സംഭവിക്കുന്നതിന് മുൻപേ തന്നെ അമേരിക്കൻ ഇൻ്റലിജൻസ് ഇസ്രായേലിന് വാണിംഗ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇറാൻ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുകയാണെന്ന് തുടങ്ങിയിട്ടുള്ള മുന്നറിയിപ്പുകളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് പല മാധ്യമങ്ങളിൽ നിന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും 150 മുതൽ 200ഓളം വരുന്ന മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള ഒരു അറ്റാക്ക് തന്നെയാണ് ഇറാൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശക്തമായ വലിയ തോതിൽ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം ഉണ്ട്, ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. അവരുടെ അയൺ ഡോമുകൾ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ അവരുടെ ഡേവിഡ് സ്ലിംഗ് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ടും ആരോ മിസൈൽ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടൊക്കെ തന്നെയും ഇത്തരത്തിൽ ഇസ്രായേലിന് നേർക്ക് വന്നിട്ടുണ്ടായിരുന്ന ഈ മിസൈൽ അറ്റാക്കിൻ്റെ ഭൂരിഭാഗത്തെയും ചെറുത്ത് നിൽക്കാൻ ഇസ്രായേലിന് സാധിക്കുന്നുണ്ട്. ഈ ഒരു അയൺ ഡോം സംവിധാനത്തെക്കുറിച്ചൊക്കെ മുമ്പും പല വീഡിയോകളിലായിട്ട് നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. ഇറാനിൽ നിന്ന് ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു മിസൈൽ അറ്റാക്ക് നടക്കുകയാണെങ്കിൽ വായുവിൽ വെച്ചുകൊണ്ട് തന്നെ അതിന് നേർക്കായിട്ട്, അതിൻ്റെ പാതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് നേർക്കായിട്ട് മറ്റൊരു മിസൈൽ അയച്ചുകൊണ്ട് അതിനെ വായുവിൽ വെച്ചുകൊണ്ട് തന്നെ ബ്ലാസ്റ്റ് ചെയ്ത് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുന്നേ അതിനെ തകർക്കുന്ന നിലയിലാണ് ഈ ഒരു അയൺ ഡോം സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിഫൻസ് സിസ്റ്റം ഉണ്ട് എന്നൊരു കാര്യം കൊണ്ട് തന്നെ ഇത്തരം ശക്തമായിട്ടുള്ള ഒരു അറ്റാക്കിനെ പോലും ചെറുത്ത് നിൽക്കാനായിട്ട് ഇസ്രായേലിന് സാധ്യമായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടെയും നിങ്ങൾ ചില വീഡിയോകളിലൊക്കെ തന്നെയും കണ്ടിട്ടുണ്ടാകും ഈ ഒരു അയൺ ഡോമിൻ്റെയും ഇത്തരത്തിലുള്ള ഡിഫൻസ് സിസ്റ്റങ്ങളുടെയും ഒക്കെ തന്നെ അതിൻ്റെ ഒരു ക്ഷമതയൊക്കെ മറികടന്നുകൊണ്ട് ചില മിസൈലുകളൊക്കെ തന്നെയും ഇസ്രായേലിൻ്റെ പല പ്രദേശങ്ങളിലും പല കെട്ടിടങ്ങളുടെയും നഗരങ്ങളുടെയും ഇടയിലേക്കൊക്കെ വന്ന് വീഴുന്നതായിട്ടും അതുപോലെ തന്നെ അവിടെ വലിയ സ്ഫോടനം ഉണ്ടാകുന്നതായിട്ടൊക്കെ. പക്ഷേ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടെയും ഈ ഒരു ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ക്ഷമതയെ മറികടന്നുകൊണ്ട്, അതിൻ്റെ പരിധിയെ മറികടന്നുകൊണ്ട് ചില മിസൈലുകളൊക്കെ തന്നെയും ഇവിടെ ഇസ്രായേലിൽ വന്ന് പതിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ കൂടെയും ഒരിക്കലും അത് ഇസ്രായേലിനെ വലിയ തോതിൽ ബാധിക്കുന്ന നിലയിലേക്ക് മാറിയിട്ടില്ല. അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇത്തരം ഒരു അറ്റാക്ക് സംഭവിക്കുമ്പോൾ തന്നെ കൃത്യമായ നിലയിൽ തന്നെ സിവിലിയൻസിനെ മുഴുവനായിട്ട് സുരക്ഷിതമായിട്ടുള്ള ബങ്കറുകളിലേക്ക് മാറ്റാൻ വേണ്ടി ഇസ്രായേലിന് സാധ്യമായിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ വീടുകളുടെയും അതുപോലെ തന്നെ വലിയ കെട്ടിടങ്ങളുടെയും ടൗണുകളുടെയൊക്കെ താഴ്ഭാഗത്ത് ഇത്തരത്തിൽ സുരക്ഷിതമായിരിക്കാൻ സാധിക്കുന്ന മിസൈൽ അറ്റാക്കുകളിൽ നിന്ന് പോലും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ തന്നെ അതിജീവിക്കാൻ സാധിക്കുന്ന നിലയിലുള്ള ഒട്ടനവധി ബങ്കറുകളുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള വാണിങ്ങുകളും മറ്റുമൊക്കെ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ആളുകൾ പൂർണ്ണമായിട്ടും ബങ്കറുകളുടെ അകത്തേക്ക് സുരക്ഷിതമായ നിലയിൽ തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായതും പല ഭാഗങ്ങളിലായിട്ട് ഈ മിസൈലുകൾ വന്ന് പതിച്ചിട്ടുണ്ടായിരുന്നതൊക്കെ. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തുടനീളമായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള സ്ട്രാറ്റജിക് പോയിന്റുകളെയും മറ്റുമൊക്കെ തന്നെയാണ് കൃത്യമായ നിലയിൽ തന്നെ ഇറാൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഈ ഡിഫൻസ് സിസ്റ്റത്തെയും മറികടന്നുകൊണ്ട് വന്ന് പതിച്ചിട്ടുള്ള മിസൈലുകൾ ചില ഭാഗങ്ങളിലൊക്കെ തന്നെയും ചില കേടുപാടുകൾ വരുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ചില മിലിറ്ററി ബേസുകളിലും എയർ ഡിഫൻസ് പൊസിഷനുകളിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള മിസൈലുകൾ വന്ന് പതിച്ചത് കാരണമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയും സംഭവിച്ചിട്ടുണ്ട്. ഇനി ഇത്തരം ഒരു അറ്റാക്ക് കാരണം ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെയും യാതൊരു
വിധത്തിലുള്ള പരിക്കുകളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ ആകെ കൂടെ ഒരു മരണം മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇതിനുശേഷം ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. അത് കൃത്യമായിട്ടുള്ള അവരുടെ ഇടപെടലുകളിലൂടെ തന്നെയാണ് ഇത്തരം മരണസംഖ്യയും ഇത്തരം പരിക്കുകളൊക്കെ തന്നെയും കുറിച്ച് കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും അവർക്ക് സാധ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടതിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇസ്രായേലിനകത്ത് സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യത്തെക്കുറിച്ച്, ഇറാൻ അറ്റാക്കിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചാണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു സുപ്രധാനമായിട്ടുള്ള ചോദ്യം, എന്തുകൊണ്ട് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് നേർക്ക് ഇത്തരം ഒരു ആക്രമണം അഴിച്ചുവിട്ടു? ഈ ഒരു കാര്യത്തെക്കുറിച്ച് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഏറെ കാലങ്ങളായിട്ട് ഇറാൻ ഒരു മറക്കുള്ളിൽ നിന്നുകൊണ്ട് നിരന്തരമായിട്ട് ഇസ്രായേലിന് നേർക്ക് പലതരത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട് എന്നൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്രയും കാലം ഇറാൻ ഒരു ഷാഡോ വാറിലായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാം. അതിനുവേണ്ടി പ്രധാനമായിട്ടും ഇറാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ലെബനിലെ മുമ്പ് നമ്മൾ വീഡിയോയിലൊക്കെ സംസാരിച്ച പോലുള്ള ഹിസ്ബുള്ള പോലുള്ള സംഘടനകളെയാണ്. ഹിസ്ബുള്ളക്കൊക്കെ തന്നെയും പൂർണ്ണമായിട്ടും ഫണ്ട് ചെയ്യുന്നതും അവർക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ നൽകുന്നതും ട്രെയിനിങ് നൽകുന്നതും ഒക്കെ തന്നെയും ഇറാനാണ്. അപ്പോൾ ഇത്തരം സംഘടനകളുടെ സഹായത്തോടു കൂടെ ഒരു മറക്കപ്പുറത്ത് ഇരുന്നുകൊണ്ട് നിരന്തരമായിട്ട് ഇറാൻ പലതരത്തിലുള്ള പ്രവർത്തികൾ ഇസ്രായേലിന് നേർക്ക് അഴിച്ചു വിട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ഒരു മറ നീക്കിക്കൊണ്ട് ഇറാൻ പുറത്തു വന്നുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഇറാൻ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നത് ഈ കഴിഞ്ഞ ഏപ്രിൽ 13 അതിൻ്റെ സുപ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഏപ്രിൽ 1 സിറിയയിലുള്ള അവരുടെ കോൺസുലേറ്റിനെ, അവരുടെ ഇറാൻ എംബസിക്ക് നേർക്ക് വലിയൊരു ആക്രമണം, ഒരു ബോംബ് ആക്രമണം ഇസ്രായേൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അനന്തരഫലമായിട്ട് 2 ഇറാനിയൻ ജനറൽസ് അന്ന് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ ഒരു പ്രതികാരം എന്നുള്ള നിലയിലാണ്, ശക്തമായ ഒരു തിരിച്ചടി എന്നുള്ള നിലയിലാണ് ഏപ്രിൽ 13 ഇറാൻ ഇസ്രായേലിന് നേർക്കൊരു മിസൈൽ ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനെയും കൃത്യമായ ഇത്തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസങ്ങളുടെ, ഡിഫൻസ് സിസ്റ്റങ്ങളുടെ സഹായത്തോടു കൂടെ ചെറുത്ത് നിൽക്കാൻ ഇസ്രായേലിന് സാധ്യമായിട്ടുണ്ടായിരുന്നു. അന്ന് ആ ചെറുത്തുനിൽപ്പിൽ ബ്രിട്ടനും അതുപോലെ തന്നെ US പോലുള്ള, പോളണ്ട് പോലുള്ള പല രാജ്യങ്ങളും അണിചേരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെ ആയാലും അത് കഴിഞ്ഞ് പിന്നീട് ഇപ്പോഴത്തെ ഈ ആക്രമണത്തിൻ്റെ കാരണങ്ങളിലേക്ക്, എന്തുകൊണ്ട് ഇപ്പോൾ ഇത്തരം ഒരു ആക്രമണം നടത്തിയെന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിനുശേഷം പിന്നെയും ഇസ്രായേൽ ഇറാന് വേണ്ടപ്പെട്ട ചില ആളുകളെ പൂർണ്ണമായിട്ടും വകവരുത്തിയിട്ടുണ്ടായിരുന്നു, വധിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒന്നാമതായിട്ട് വരുന്നത് ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന ഹമാസ് എന്ന മിലിറ്റന്റ് ഗ്രൂപ്പിൻ്റെ നേതാവാണ്. ഒരു ബോംബ് അറ്റാക്കിലൂടെ തന്നെയാണ് കൃത്യമായിട്ട് അദ്ദേഹത്തെ ഇവർ വധിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 29 ഹെസ്ബുള്ളയുടെ നേതാവായിട്ടുള്ള ഹസൻ നസ്രുള്ള എന്ന് പറയുന്ന വ്യക്തിയെ ഇതുപോലെ തന്നെ ബെയ്റൂട്ടിൽ ആക്രമണം നടത്തിക്കൊണ്ട് മിസൈൽ ആക്രമണത്തിലൂടെ കൊന്നുകളയാനായിട്ട് ഇസ്രായേലിന് സാധ്യമാകുന്നുണ്ട്. ഇതേ ഒരു ആക്രമണത്തിൽ തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീർച്ചയായിട്ടും വേണ്ടപ്പെട്ട അവരുടെ ഒരു സീനിയർ കമാൻഡർ ആയിട്ടുണ്ടായിരുന്ന അബ്ബാസ് നിൽ ഫറൂഷാൻ എന്ന് പറയുന്ന വ്യക്തി കൂടെ ആ ആക്രമണത്തിൽ വെച്ചുകൊണ്ട് തന്നെ കൊല ചെയ്യപ്പെടുന്നുണ്ട്. ലബനനൊരു മിലിറ്ററി അഡ്വൈസർ എന്നുള്ള നിലയിലൊക്കെ തന്നെയാണ് അദ്ദേഹം അവിടെ പ്രവർത്തിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തെയാണ്, അതായത് ഇറാൻ്റെ ഒരു സീനിയർ കമാൻഡർ കൂടിയാണ് ഈ ഒരു ബെയ്റൂട്ടിൽ നടന്ന ആക്രമണത്തിലൂടെ, മിസൈൽ ആക്രമണത്തിലൂടെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ എല്ലാം അനന്തര ഫലമായിട്ടുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഇസ്രായേലിന് നേർക്ക് ഇപ്പോൾ ഇറാൻ നടത്തി കഴിഞ്ഞിട്ടുള്ളത്. ഇതിന് മറുപടിയായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇറാൻ വലിയൊരു തെറ്റ് ചെയ്തു, ഞങ്ങൾ തീർച്ചയായിട്ടും അതിന് തിരിച്ചടിക്കുമെന്നുള്ള നിലയിൽ തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇതിനുള്ള ചെറിയൊരു തിരിച്ചടി എന്നുള്ള നിലയിൽ വീണ്ടും ലെബനനിലേക്ക് ഇസ്രായേൽ മിസൈൽ അറ്റാക്കുകൾ നടത്തി കഴിഞ്ഞു. ഏതാനും ആളുകൾ ആ ഒരു അറ്റാക്കിൽ കൊല ചെയ്യപ്പെട്ടു എന്ന് തുടങ്ങിയിട്ടുള്ള വാർത്തകളൊക്കെ തന്നെയും ഏതായാലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ഇത്തരം ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. 2 രാജ്യങ്ങൾ, വലിയ തോതിൽ തന്നെ പ്രാതിനിധ്യമുള്ള 2 രാജ്യങ്ങൾ ഇത്തരം ഒരു യുദ്ധമുഖത്തിലേക്ക് നീങ്ങുമ്പോൾ, പരസ്പരം അറ്റാക്കുകൾ നടത്തുമ്പോൾ ഇത് മറ്റ് സഖ്യരാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് വലിയൊരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിച്ചേരുമോ? ഈ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 2 ഭാഗങ്ങളുടെയും കൈവശമുള്ള മിലിറ്ററി അല്ലെങ്കിൽ അവരുടെ വ്യത്യസ്ത തരത്തിലുള്ള ആയുധങ്ങളുടെ ഒക്കെ തന്നെയും ക്ഷമതയെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇറാൻ്റെ കയ്യിൽ ആകെ മൊത്തം 5.8 lakh പ്ലസ് 2 lakh റിസർവ് ആണ് സോൾജേഴ്സിൻ്റെ കാര്യത്തിലുള്ളത്. എന്നാൽ ഇസ്രായേലിൻ്റെ കാര്യത്തിലേക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ അവർക്ക് ആ കൂടെ ഇപ്പോൾ നിലവിലുള്ളത് 1.7 lakh സോൾജേഴ്സ് ആണ്. അതുപോലെ തന്നെ വേണ്ടി വന്നു കഴിഞ്ഞാൽ, ആവശ്യം വന്നു കഴിഞ്ഞാൽ യുദ്ധമുഖത്തേക്ക് വരാൻ സജ്ജരായിട്ടുള്ള 4.65 lakhs റിസർവ് ആയിട്ടുകൂടെ അവർക്ക് സോൾജേഴ്സ് അവൈലബിൾ ആണ്. ഇനി 2 രാജ്യങ്ങളും യുദ്ധാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന ബഡ്ജറ്റിൻ്റെ കാര്യം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇറാൻ $10 ബില്യൺ ഓരോ വർഷവും മാറ്റിവെക്കുന്നതെങ്കിൽ ഇസ്രായേലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് ഇരട്ടിയിലധികമാകും
ആകുന്നുണ്ട്, 2.5 ഇരട്ടിയോളം ആകുന്നുണ്ട്. 24.4 ബില്യണാണ് അവർ ഈ ഒരു യുദ്ധാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത്. മാത്രമല്ല ഇനി എയർഫോഴ്സിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകെയുള്ളത് 551 എയർക്രാഫ്റ്റുകളാണ്. ഇസ്രായേലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് 612 ആകുന്നുണ്ട്. ഇവിടെ ഏറ്റവും വലിയൊരു ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരുവരുടെയും പക്കലുള്ള എയർക്രാഫ്റ്റുകളുടെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈവശമുള്ളത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും വെഹിക്കിൾസും എയർക്രാഫ്റ്റും ഒക്കെ തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് അവരുടെ ഡിഫൻസിൻ്റെ കാര്യം. നമ്മൾ മുമ്പേ പരാമർശിച്ചതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഡിഫൻസ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് നേർക്ക് വരുന്ന ഏതൊരു ആക്രമണത്തെയും മണ്ണിലേക്ക് എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് എത്തുന്നതിന് മുൻപ് വായുവിൽ വെച്ചുകൊണ്ട് തന്നെ അതിനെ പൂർണ്ണമായിട്ടും തകർത്ത് കളയാനുള്ള ശേഷി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനുണ്ട്. അത് എന്നോ അവർ കൈവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ വ്യത്യസ്ത മേഖലകളിൽ യുദ്ധമേഖലകളിലൊക്കെ തന്നെയും വലിയ തോതിൽ തന്നെ ടെക്നോളജി അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസും മറ്റൊക്കെ തന്നെയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തന്നെയും വലിയ അഡ്വാൻറ്റേജുകളായിട്ട് എടുത്തു പറയാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഇറാൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അവരെല്ലാം തന്നെ ടെക്നോളജിയിലും മറ്റൊക്കെ കുറച്ചധികം പുറകിലായ അവസ്ഥയിൽ തന്നെയാണ്. അവരുടെ വ്യത്യസ്ത തരത്തിലുള്ള എയർക്രാഫ്റ്റുകളാണെങ്കിലും വെപ്പണുകളാണെങ്കിലും അതുപോലെ തന്നെ അവരുടെ ടാങ്കറുകളാണെങ്കിലും ഒക്കെ തന്നെയും ഉള്ളത്. ഇനി ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ ചെലവും കൊടുത്ത് വളർത്തുന്ന ചില മിലിറ്റന്റ് ഗ്രൂപ്പ്സുകളൊക്കെ തന്നെയും യുദ്ധരംഗത്തേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യതകളുണ്ട്. അതിൽ ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹിസ്ബുള്ളയെ തന്നെയാണ്. അവരുടെ വ്യത്യസ്ത നേതാക്കളൊക്കെ തന്നെയും ഇതിനോടകം തന്നെ ഇസ്രായേൽ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ കൂടിയും ശക്തമായിട്ടുള്ളൊരു ആർമിയൊക്കെ തന്നെയും അവർക്ക് ഇപ്പോഴും ഉണ്ട്. അവർ തീർച്ചയായിട്ടും യുദ്ധമുഖത്തേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ സിറിയൻ ഫോഴ്സ്, അതുപോലെ ഇറാഖിൽ ഇറാൻ ബാക്ക് ചെയ്തിട്ടുള്ള മിലിറ്റൻസ്, ഇവരൊക്കെ തന്നെയും ഈ ഒരു യുദ്ധമുഖത്തേക്ക് വരുന്നതായിരിക്കും. ഒരു ചെയിൻ റിയാക്ഷൻ പോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ സംഭവിക്കുന്നതായിരിക്കും. എന്നാൽ മറുപക്ഷത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാം കൊണ്ടും വലിയ തോതിൽ തന്നെ യുദ്ധത്തിൽ പ്രാവീണ്യമുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവരെ ബാക്ക് ചെയ്യുന്നത് വളരെയധികം പവർഫുള്ളായിട്ടുള്ള US ആണ്, അമേരിക്കയാണ്. തീർച്ചയായിട്ടും ഒരു യുദ്ധത്തിലേക്കൊക്കെ പോകുന്ന അവസരത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അവിടെ നേരിടേണ്ടി വരിക ഇറാൻ എന്ന് പറയുന്ന രാജ്യം തന്നെയായിരിക്കും. അവരുടെ ഇത്തരത്തിലുള്ള വ്യത്യസ്ത മിലിറ്റന്റ് ഗ്രൂപ്പുകളൊക്കെ തന്നെയായിരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് അമേരിക്കയും റഷ്യയും പോലുള്ള രാജ്യങ്ങൾ കടന്നു വരുന്നതോട് കൂടിയിട്ട് നമ്മളേവരും വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ മാറുന്നതായിരിക്കും. ഈ ഒരു യുദ്ധരംഗം പൂർണ്ണമായിട്ടും വഷളാകുന്നതായിരിക്കും. ഈ ഒരു യുദ്ധത്തിലേക്ക് നാറ്റോ ഒക്കെ തന്നെയും ഉൾപ്പെടുന്നതായിരിക്കും. ആകെ മൊത്തം പറയുകയാണെങ്കിൽ മുമ്പ് നടന്നിട്ടുള്ള ലോകയുദ്ധങ്ങൾ പോലെ ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം ഒക്കെ പോലെ തന്നെ വലിയ തോതിൽ തന്നെ ചേരി തിരിഞ്ഞുകൊണ്ടുള്ള ആക്രമണങ്ങളിലേക്കൊക്കെ എത്താനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും നമുക്ക് പൂർണ്ണമായിട്ടും ഇവിടെ തള്ളിക്കളയാൻ സാധിക്കില്ല. എന്നാൽ ഇത്തരം ചില സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ഇതെല്ലാം തന്നെ ചെന്നെത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനു മുമ്പ് വ്യത്യസ്ത രാജ്യങ്ങളും UN ഒക്കെ ഇടപെട്ടുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെയും നിർത്തിവെക്കാൻ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനുള്ള സാധ്യതകളാണ് നമുക്കവിടെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒന്നാം ലോക മഹായുദ്ധത്തിലെയും രണ്ടാം ലോക മഹായുദ്ധത്തിലെയും ഒക്കെ സംഭവിച്ച കാര്യങ്ങൾ പോലെ തന്നെ പറയാം. രണ്ട് രാജ്യങ്ങൾ പരസ്പരം തുടങ്ങുന്ന ചില യുദ്ധങ്ങൾ, ആക്രമണങ്ങൾ തന്നെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിലേക്കും രണ്ടാം ലോക മഹായുദ്ധത്തിലേക്കും ഒക്കെ തന്നെയും ലോകത്തെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. ഒരുപാടധികം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ മരണത്തിലേക്കൊക്കെ തന്നെയും കാരണമാക്കിയിട്ടുള്ളത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അത്തരം പ്രശ്നങ്ങളിലേക്ക്, ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോകില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഇസ്രായേൽ ഇത്തരം ഒരു അറ്റാക്കിനെതിരായിട്ട് ഒരു തിരിച്ചടി നൽകുന്നതായിരിക്കും. ഇനി അതിൻ്റെ ഒക്കെ അനന്തരഫലമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുന്നുള്ള കാര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ കണ്ടറിയേണ്ടത് തന്നെയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡിഫൻസ് സിസ്റ്റം ശക്തമാണ് എന്നൊരു കാര്യം കൊണ്ട് തന്നെ എത്ര ഒരു അറ്റാക്കുകൾ വന്നു കഴിഞ്ഞാലും അതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്താൻ അവർക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇറാൻ്റെ കാര്യത്തിലേക്കൊക്കെ നോക്കുമ്പോൾ അവിടെ ഇത്തരത്തിൽ ശക്തമായ മിസൈൽ അറ്റാക്കുകൾ വന്നു കഴിഞ്ഞാൽ അതിന് ചെറുത്ത് നിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഡിഫൻസ് സിസ്റ്റം ഒക്കെ തന്നെയും കുറവാണ്. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയും സംഭവിക്കുക ഒരുപാടധികം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മരണം സംഭവിക്കും, കൊല്ല ചെയ്യപ്പെടും എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസോട് വൈൻഡപ്പ് ചെയ്യാണ്. നിലവിൽ മിഡിൽ ഈസ്റ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും കൃത്യമായ ഒരു ധാരണ, എന്തുകൊണ്ടാണ് ഇത്തരം ഒരു കാര്യം സംഭവിച്ചിട്ടുള്ളതിനെ കുറിച്ചൊക്കെ തന്നെയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിലവിൽ ഇസ്രായേൽ തീർച്ചയായിട്ടും തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ തോതിൽ ഞങ്ങളും യുദ്ധത്തിലേക്ക് വരുമെന്നുള്ള നിലയിലൊക്കെ തന്നെ ഇറാനും പ്രതികരിച്ചിട്ടുണ്ട്. എന്തൊക്കെ തന്നെയായാലും വലിയ ഗുരുതരമായിട്ടുള്ള യുദ്ധങ്ങളിലേക്ക് നീങ്ങാതെ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയും സമാധാനപരമായ നിലയിൽ തന്നെ അവസാനിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.
ഇപ്പോൾ ഈ യുദ്ധം മിഡിൽ ഈസ്റ്റിലാണ് അല്ലെങ്കിൽ ഇറാനും ഇസ്രായേലും തമ്മിലാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഗ്ലോബലി നമ്മളെപ്പോലും ബാധിക്കുന്ന നിലയിലേക്കൊക്കെ തന്നെയും മാറി വരും. അത് വ്യത്യസ്ത തരത്തിലുള്ള മേഖലകളിലായിട്ട് കൃത്യമായ നിലയിൽ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ രണ്ട് ഭാഗങ്ങളിലായിട്ട് നിൽക്കാതെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെയും ഇറാൻ്റെയും പക്ഷത്തൊക്കെ നിൽക്കാതെ ഇതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ അവസാനിക്കട്ടെ എന്ന് നമ്മൾ എന്തുകൊണ്ടും ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും നല്ലൊരു കാര്യമായിട്ട് അവിടെ വരുന്നത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.